മൂന്നാർ നമ്മുടെ ഡബിൾ ഡെക്കർ KSRTCയുടെ റോയൽ വ്യൂവിൻ്റെ ഒരു ചെറിയൊരു വീഡിയോ ആണ് ഞാൻ ഇന്ന് നിങ്ങൾക്കായി കാണിക്കാൻ പോകുന്നത്. ചില ആളുകൾ പറഞ്ഞു ഈ വളരെ റിസ്കി ആയിട്ടുള്ളൊരു പരിപാടിയാണ് ഈ ഡബിൾ ഡെക്കർ, അതും മലയോര പ്രദേശത്തൊരു ഡബിൾ ഡെക്കർ ബസ് മലയോര പ്രദേശത്ത് കൊണ്ടുവരുന്നത് ഒരു റിസ്ക്കാണ്, ആക്സിഡൻറ്റിന് ചാൻസസ് ഉണ്ട് അങ്ങനെയൊക്കെ പറഞ്ഞു ഒരുപാട് കുപ്രചാരണങ്ങൾ നമ്മൾ സോഷ്യൽ മീഡിയയിൽ കണ്ടിട്ടുണ്ട്. എന്നാൽ ഞാൻ പറയുന്നു, ഞാൻ ഇതിൽ യാത്ര ചെയ്തുള്ള എക്സ്പീരിയൻസ് വെച്ചിട്ട് ഞാൻ പറയുന്നു, ഏറ്റവും നല്ല ടൂറിസം ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ടുള്ള ഏറ്റവും നല്ല ആക്ടിവിറ്റീസിൽ ഒന്നായിട്ടാണ് എനിക്കിത് തോന്നിയേക്കുന്നത്. കാരണം ഇത് അത്രയ്ക്കധികം നമ്മൾ വാല്യൂ ഫോർ മണി എന്നൊക്കെ പറഞ്ഞ പോലെ ഡബിൾ ഡെക്കറിൻ്റെ അപ്പർ ഡെക്കിൽ 400 രൂപയാണ് ഒരാളുടെ റേറ്റ്. വളരെ നല്ല ഒരു ഇതാണ് ഡബിൾ ഡെക്കർ ബസ്സിലുള്ള ഈ ഗ്യാപ്പ് റോഡിൽ കൂടെയുള്ള മൂന്നാർ ഗ്യാപ്പ് റോഡിൽ കൂടെയുള്ള ഈ ഒരു ട്രിപ്പ്. രാവിലെ 9 മണിയുടെ ട്രിപ്പാണ് ഞാൻ ബുക്ക് ചെയ്തത് ഓൺലൈനിൽ. 9 to 12, 3 മണിക്കൂറോളം വളരെ രസകരമായിട്ടുള്ളൊരു യാത്രയായിരുന്നു അത്. ഒന്നാമത് അപ്പർ ഡെക്കിൽ ഇരുന്നിട്ടുള്ള വ്യൂ, അത് ഗ്യാപ്പ് റോഡിൻ്റെ തേയിലത്തോട്ടം ഒക്കെയുള്ള ഒരു വ്യൂ എന്ന് പറയുന്നത് നമ്മൾ ചിന്തിക്കുന്നതിനപ്പുറമാണ്. മസ്റ്റ് വാച്ചാണ്. എല്ലാവരും നിർബന്ധമായിട്ട് മൂന്നാർ പോകുന്ന എല്ലാവരും പോകേണ്ട ഒരു ട്രിപ്പാണ് KSRTCയുടെ റോയൽ വ്യൂ ഡബിൾ ഡെക്കർ. അത് ഓൺലൈനിലും ബുക്ക് ചെയ്തിട്ട് വേണം പോകാനായിട്ട്. ബുക്കിംഗ് ഉള്ളവർക്കാണ് കിട്ടുള്ളൂ. അവിടെ ചെന്ന് ടിക്കറ്റ് എടുക്കാൻ പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ കിട്ടിയെന്ന് വരില്ല. അതുപോലെ ഈ വീക്കെൻഡിലൊക്കെ നല്ല റഷായിരിക്കും. അപ്പോൾ നമ്മൾ നോക്കി ഓൺലൈനിൽ KSRTCയുടെ swift.com എന്ന് പറഞ്ഞ ഒരു സൈറ്റ് ഉണ്ട്, KSRTC ടിക്കറ്റ് ബുക്കിംഗ്. അതിൽ മൂന്നാർ റോയൽ വ്യൂ ഡബിൾ ഡെക്കർ ടിക്കറ്റ് ബുക്കിംഗ് ഉണ്ട്. അതിൽ നമുക്ക് സീറ്റ് സെലക്ട് ചെയ്യാവുന്നതാണ്. സീറ്റ് സെലക്ട് ചെയ്ത് ബുക്ക് ചെയ്ത് ആ ടൈമിൽ നമ്മളവിടെ ചെന്ന് കഴിഞ്ഞാൽ അരമണിക്കൂർ മുന്നേ നമ്മളവിടെ റിപ്പോർട്ട് ചെയ്യണം ട്രിപ്പ് തുടങ്ങുന്നതിന്. ഒരിക്കലും ഒരു നഷ്ടമല്ല, വളരെ നല്ലൊരു ട്രിപ്പാണ്. നിങ്ങൾ ഈ വീഡിയോയിൽ കാണുന്ന പോലെ ഗ്യാപ്പ് റോഡിൻ്റെ സൗന്ദര്യം വളരെ നല്ല രീതിയിൽ നമുക്കൊരു വ്യൂ കിട്ടും. അപ്പർ ഡെക്കിലുള്ള വ്യൂ വളരെ നല്ലൊരു വ്യൂ ആയിട്ട് എനിക്ക് തോന്നുന്നു. ഇത് പോകുന്നത് ഇഡ്ലി ഹിൽസ്, പിന്നെ നമ്മുടെ ഒരു കേവിൽ പോകുന്നുണ്ട്, പിന്നെ ലോക്ക്ഹാർട്ട് ടു വ്യൂ പോയിൻ്റ്, സെൽഫി പോയിൻ്റ്, ആനയിറങ്കൽ ഡാം, അങ്ങനെ പെരിയകനാൽ എന്ന് പറഞ്ഞ സ്ഥലം വരെ പോകും. വളരെ നല്ലൊരു ട്രിപ്പാണ്. അതുപോലെ നമുക്ക് കുളുക്കുമലി, ചൊക്രമുടി, ആനമുടി തുടങ്ങിയതൊക്കെ നമുക്ക് ഈ യാത്രയിൽ കാണാൻ സാധിക്കും. അതൊക്കെ വളരെ നല്ല രീതിയിൽ എക്സ്പ്ലെയിൻ ചെയ്തു തരും നമ്മുടെ KSRTCയിലെ സ്റ്റാഫ്. നമ്മൾ എല്ലാവരും എക്സ്പീരിയൻസ് ചെയ്തിരിക്കുന്ന KSRTCയിലെ സ്റ്റാഫിനെ പോലെയല്ല ഈ റോയൽ വ്യൂവിൽ വരുന്ന KSRTC സ്റ്റാഫ് എന്ന് പറഞ്ഞാൽ വളരെ നല്ല രീതിയിൽ അവർ പെരുമാറുന്നുണ്ട്. അവർ പോകുന്ന ഓരോ സ്ഥലത്തും നിർത്തുമ്പോൾ നമുക്ക് അവിടെ കാണാനുള്ള സൗകര്യമുണ്ട്. നിർത്തി വ്യൂസ് ആസ്വദിക്കാനുള്ള ഒരു ടൈമുണ്ട് നമുക്ക്. അപ്പോൾ അവർ ആ വ്യൂസിൽ നിർത്തുമ്പോൾ ഏത് സ്ഥലത്താണ് നിർത്തുന്നത്, ആ സ്ഥലത്തിൻ്റെ പ്രത്യേകത എന്താണെന്നൊക്കെ വളരെ വ്യക്തമായിട്ട് അവർ എക്സ്പ്ലെയിൻ ചെയ്തു തരും. കൂടാതെ വണ്ടിയിൽ നല്ല രസകരമായിട്ടുള്ള പാട്ടുകളൊക്കെ വെച്ച് വളരെ എൻജോയ് ചെയ്തുള്ളൊരു യാത്രയാണ് ഈ റോയൽ വ്യൂ ഡബിൾ ഡെക്കർ ബസ്. എല്ലാവരും മസ്റ്റ് എക്സ്പീരിയൻസ് ചെയ്യേണ്ടതാണ്.
மழை இங்கு பொழிகின்றது. இந்த கொள்ளை நிலா உடல் நனைகின்றது. இங்கு சொல்லாத இடம் கூட குளிர்கின்றது. மனம் சூடான இடம் தேடி அலைகின்றது. பொழிகின்றது. இந்த கொள்ளை நிலா உடல் நனைகின்றது. இல்லாத ஊரிலே அடி ஆண் பூ கேட்பதில்லை. பெண் இல்லாத ஊரிலே கொடிதான் பூ பூப்பதில்லை. உன் புடவை முந்தானை சாய்ந்ததில் இந்த பூமி பூ பூத்தது. இது கம்பன் பாடாத சிந்தனை, உன் காதோடு யார் சொன்னது? புது வெள்ளை மழை இங்கு பொழிகின்றது. இந்த கொள்ளை நிலா உடல் நனைகின்றது. இங்கு சொல்லாத இடம் கூட குளிர்கின்றது. மனம் சூடான இடம் தேடி அலைகின்றது. புது வெள்ளை மழை இங்கு பொழிகின்றது. இந்த கொள்ளை நிலா உடல் நனைகின்றது. சருகாக உலரும். இரு கைகள் தீண்டாத பெண்மையை உன் கண்கள் பந்தாடுதோ. மலர் மஞ்சம் சேராத பெண்ணிலா எந்த மார்போடு வந்தாடுதோ. புது வெள்ளை மழை இங்கு பொழிகின்றது. இந்த கொள்ளை நிலா உடல் நனைகின்றது. இங்கு சொல்லாத இடம் கூட குளிர்கின்றது. மனம் சூடான இடம் தேடி அலைகின்றது. புது வெள்ளை மழை இங்கு பொழிகின்றது. இந்த கொள்ளை நிலா உடல் நனைகின்றது. புது வெள்ளை மழை இங்கு பொழிகின்றது. இந்த கொள்ளை நிலா. உடல் நனைகின்றது. கரை வந்த பிறகே பிடிக்குது கடலை. நரை வந்த பிறகே புரியுது உலகை. நேற்றின் இன்பங்கள் யாவும்
அர்த்தமாக்குதே. இன்றின் இப்போதின் இன்பம் யாவுமே நாளை ஓர் அர்த்தம் காட்டுமே. வாழாயன் வாழ்வை வாழவே தாழாமல் மேலே போகிறேன். தீரா உள்ளூற்றை தீண்டவே இன்றே இங்கே மீழ்கிறேன். இங்கே இன்றே ஆகிறேன். யாரோ போல் நான் என்னை பார்க்கிறேன். ஏதுமில்லாமலே இயல்பாய் சுடர் போல் தெளிவாய் நானே இல்லாத ஆழத்தில் நான் வாழ்கிறேன். கண்ணாடியாய் பிறந்தே காண்கின்ற எல்லாமும் நான் ஆகிறேன். இரு காலின் இடையிலே உரசும் பூனையாய் வாழ்க்கை போதும் அடடா. எதிர்காணும் யாவுமே தீண்ட தூண்டும் அழகா. நானே நானாயிருப்பேன். நாளில் பூராய் வசிப்பேன். போலே வாழ்ந்தே சலிக்கும் வாழ்வை மறுக்கிறேன். வாகாய் வாகாய் வாழ்கிறேன். வாகாய் வாகாய் ஆகிறேன். காற்றோடு வல்லூர் தான் போகுதே. பாதை இல்லாமலே அழகாய் நிகழே அதுவாய் நீரின் ஆழத்தில் போகின்ற கல் போலவே ஓசையெல்லாம் துறந்தே காண்கின்ற காட்சிக்குள் நான் மூழ்கினேன். திமிலேறி காலை மேல் தூங்கும் காகமாய் பூமி மீது இருப்பேன். புவி போகும் போக்கில் கை கோத்து நானும் நடப்பேன். ஏதோ ஏகம் எழுதே ஆஹா ஆழம் தருதே. தாய் போல் வாழும் கணமே ஆரோ பாடுதே. ஆரோ ஆரீராரிரோ ஆரோ ஆரீராரிரோ. கரை வந்த பிறகே பிடிக்குது கடலை. நரை வந்த பிறகே புரியுது உலகை. நேற்றின் இன்பங்கள் யாவும் கூடியே இன்றை இப்போதை அர்த்தமாக்குதே. இன்றின் இப்போதின் இன்பம் யாவுமே நாளை ஓர் அர்த்தம் காட்டுமே. தானே தானே நானினே 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 தானே தானே
பெருந்திரளினிலே ஏடே நான் என்பதை வீசி எழுந்தேனே. மனமே தான் என்பது போகும் பெருங்கணத்தினிலே கூவி வாவென்றொரு வாழ்க்கை சிறு குரலாய் அருளாய் பேச போகாதொரு ஆழம்